ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം എടുത്തുകൊണ്ട് ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് LDF കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തിയല്ലോ, അതെല്ലാം പാളിപ്പോയി എന്നാണ് മനസ്സിലാവട്ടെ. അല്ലെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം അതങ്ങനെ നടക്കട്ടെ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ ഗൗരവമുള്ളൊരു വിഷയം അഴിമതി തന്നെയാണ്. അത് വിശ്വാസത്തിൻ്റെ കൂടെ വരുമ്പോൾ അതിന് ഇരട്ടി ശക്തിയാവും അല്ലേ. അഴിമതിക്കെതിരാണ് ജനങ്ങൾ ഏത് സമയത്തും. ഈ ശബരിമലയിലെ കൊള്ളയെ ന്യായീകരിക്കാൻ ഏത് CPM കാരനാണ് തയ്യാറാണ്? മാത്രമല്ല ഒരുവിധം നല്ല CPM അനുഭാവിയും അതേപോലെ തന്നെ CPM-നോട് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് കൂറു പുലർത്തുന്ന ആളുകൾ അവർ പറയുന്ന ഈ സർക്കാരിനെ മാറ്റണം എന്നാണ് വളരെ ശക്തമായിട്ട് അല്ലേ. അങ്ങനെയല്ലേ കാരണം നല്ല ഇടതുപക്ഷക്കാരുടെ അഭിപ്രായം ഇത് വേണ്ടെന്നുള്ളതാണ്. ഇനി മാത്രമല്ല അയ്യപ്പ സംഗമത്തെ ഒരു കാരണവശാലും നല്ല ഇടതുപക്ഷക്കാരൊന്നും അന്ന് അംഗീകരിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് അവരുടെ ജോലിയല്ല, മനസ്സിലായേ. അത് നടത്തേണ്ട ആളുകൾ വേറെയാണ്. അയ്യപ്പ സംഗമം നടത്തിയത് മുരാരി ബാബു ആണെന്ന് പിന്നെ വെളിപ്പെട്ടില്ലേ. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ CPM-ന്റെ ജോലിയല്ല അതെല്ലാവരും. CPM-ന് വേറെ പണിയാനുള്ളത്. അപ്പൊ ഓരോരുത്തർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നടന്നാൽ മാത്രമാണ് അവരെ അതിനകത്ത് എന്തെങ്കിലും. അപ്പൊ ഇത് ജനങ്ങൾക്ക് അത് അഴിമതി അല്ലെങ്കിലും ഒരു സമൂഹത്തിനും അംഗീകരിക്കാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.